ഹലോ ഗൈസ്, ഞാൻ ഹബീബ്, ഞാൻ ബാദുഷ. വെൽക്കം ടു HB റിയാക്ട്സ്. ഇന്ന് നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ബേസിൽ ജോസഫിൻ്റെ മരണമാസം എന്ന് പറഞ്ഞ മൂവിയുടെ ഒരു ചെറിയൊരു അപ്ഡേറ്റ് വീഡിയോ എന്ന് വന്നിട്ടുണ്ട്. സോങ് ആണോ എന്താണെന്ന് അറിയില്ല, ഒരു വീഡിയോ ക്ലിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് കാണാം, അതിനുശേഷം ബാക്കി സംസാരിക്കാം. ലജ്ജിക്കുക കേരളമേ, ലജ്ജിച്ചു തല താഴ്ത്തുക കേരളമേ. റിപ്പർ ചന്ദ്രനു ശേഷം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിൽ സീരിയൽ കൊലപാതകങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ 2 പേരാണ് കൊല്ലപ്പെട്ടത്. അതായത് 1 വർഷത്തിനുള്ളിൽ 52 പേരും 10 വർഷം കൊണ്ട് 520 പേരും കൊല്ലപ്പെടും. ചക്രവാളത്തിലെ ജീവഗണങ്ങളുടെ ആദിതാളത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ തലയ്ക്ക് ചുറ്റികടിച്ചു കൊല്ലുന്ന മരണതാളത്തിന്റെ മിടുപ്പിലേക്ക്, ആമാശയത്തിലേക്ക് എത്താൻ കൊതിക്കുന്ന നൊമ്പര പൂവൻ പഴങ്ങളുടെ കരച്ചിലിനെ സാക്ഷ്യമാക്കിയ ആ ജീവന്റെ വെളിച്ചം കൂടി കൂടുവിട്ടിറങ്ങിയിരിക്കുന്നു. ഇവിടുത്തെ നാട്ടുകാരോട് ചോദിച്ചറിയാം, ഞാൻ ഡെയിലി അവരെ സഹായിക്കാറുണ്ട്. പണ്ട് സ്കൂളിലെ കുട്ടികൾക്ക് ടീച്ചേഴ്സ് ഒരു ശല്യമായി മാറുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ സ്റ്റാഫ് റൂം എത്തിച്ചിട്ടുണ്ട്. സ്കൂൾ അങ്ങനെ ഒരു 2 ആഴ്ച അടച്ചിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. കുട്ടികൾക്ക് അതൊരു വലിയ ഉണർവായിരുന്നു. ഒരു സോഷ്യൽ മെസ്സേജ്, അതൊരു കോമഡി സ്റ്റൈലിൽ എടുത്തു വെച്ചിരുന്നത്. അതായത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അക്രമങ്ങൾ കോമഡി രീതിയിൽ ഇപ്പോൾ കറക്റ്റ് ടൈമിലാണ് അവർ റിലീസ് ചെയ്യുന്നത്. കുറച്ച് നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചെന്നല്ലേ. ഇപ്പോൾ അക്രമവും കൊലപാതകവും ഒക്കെ കൂടി വരുന്ന സാഹചര്യത്തിൽ അത് ഒരു കോമഡി സ്റ്റൈലിൽ അവതരിപ്പിക്കുന്ന രീതിയിലല്ലേ. ഇപ്പോൾ 2K കിഡ്സിന് ഭയങ്കരമായിട്ട് ട്രോളിങ് ആണല്ലോ. 2K കിഡ്സ് പോലെ അക്രമകാരിയും മയക്കുമരുന്നിന് അടിമകളും ഭയങ്കര പ്രശ്നങ്ങളാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അതായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള സിനിമ ആയിരിക്കും തോന്നണല്ലേ. പോസ്റ്റ് ഇട്ടപ്പോഴും കമന്റിൽ ജെൻസികളെ പോലെയായിരുന്നു റിപ്ലൈ ഉപയോഗിക്കണേ. ടോവിനോയും അതാണ് അന്ന് കണ്ടതല്ലേ. പിന്നെ ടോവിനോ തോമസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതൊരു പ്രത്യേകത കൂടി ഉണ്ട്. ശിവപ്രസാദാണ് ഡയറക്ടർ അല്ലേ, പുതിയ ആളാണോ? ഇതാണ് പിന്നെ ബേസിന്റെ ലുക്ക്, മുടി കളർ ചെയ്തത്. അതാണ് കുറച്ച് നാള് തൊപ്പി വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ലുക്ക് പുറത്തുവിടാണ്ട് തൊപ്പി ഊരില്ലായിരുന്നു ഫംഗ്ഷൻസിനൊന്നും വന്നു. ഇപ്പൊ അതിന്റെ അപ്ഡേറ്റ് വന്നപ്പോഴാണ് അതിന്റെ എന്താണ് സംഭവം എന്ന് മനസ്സിലായത്. മുടിയുടെ കളറിങ് വെറൈറ്റി ലുക്ക് ആയിട്ടുണ്ട് അല്ലേ. വിഷു ഇപ്പൊ ഏപ്രിലല്ല അല്ലെ, ഏപ്രിലല്ലേ വിഷു? അതെ, ഏപ്രിൽ ശരി, ഏപ്രിൽ. മാർച്ചിൽ ഇപ്പൊ കാരണം കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പും വിഷുവും ഈസ്റ്ററൊക്കെ ഇടയിൽ പെട്ടുവരുന്നു. ഇപ്പൊ അങ്ങനെയല്ലേ, ഇത് ഇപ്പൊ പുറത്ത് വന്നിട്ടുണ്ട്. നോമ്പിന്റെ പുറത്ത് നോമ്പ് ഇപ്പൊ മാർച്ചിലായതുകൊണ്ട് വിഷു എപ്പോഴും ഏപ്രിലിൽ വരാറ്. ശരി, പിന്നെ ഈസ്റ്ററും ഉണ്ട് അതിൻ്റെ അടുത്ത്. എന്തായാലും നല്ലൊരു എന്റർടൈനർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നത് കണ്ടിട്ട്. ഒരു പ്രതീക്ഷയുണ്ട് സംഭവം അല്ലേ. എന്തായാലും പിന്നെ ബാക്കി അപ്ഡേറ്റ്സ് വരുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും. നമുക്കെന്നാ വീഡിയോ വേണ്ടിപ്പോയി വേറെ വീഡിയോ വേണ്ടിപ്പോയാണ് കേസ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം.